ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ? അപ്പോൾ നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. നമുക്ക് റെഡി ഇപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മേക്കപ്പ് തുടങ്ങാം കേട്ടോ. ഇതാണ് നമ്മുടെ മേക്കപ്പിനുള്ള സാധനങ്ങൾ. ഇതൊക്കെയാണ് ഞാൻ ഇടുന്നത്. ഇപ്പോൾ ഞാൻ കമ്മലും വളയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ സൺസ്ക്രീൻ ഞാൻ കുറച്ച് എടുക്കാറുള്ളൂ, ഒത്തിരി ഒന്നും എടുക്കാറില്ല. ഫസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ വന്നില്ല, അപ്പോൾ ഞാൻ എൻ്റെ മണ്ടക്കിരിപ്പുണ്ടായിരുന്നു, അതൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ എടുത്തുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ഓയിലി പോലെ ആയിപ്പോൾ. അപ്പോൾ എനിക്ക് ഇച്ചിരി ക്രീം തേക്കുന്ന ഇഷ്ടമുള്ളൂ, അപ്പോൾ ഞാൻ ക്രീം ഇച്ചിരി തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ മുഖത്ത്. അപ്പം നമ്മൾ ബ്ലെൻഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. ഇനി അടുത്തിടാൻ പോകുന്ന ഫൗണ്ടേഷൻ ആയിട്ട്, ഇത് ലിക്വിഡ് ഫൗണ്ടേഷനാണേ, ഡാസ്ലെയറിൻ്റെ ഫൗണ്ടേഷനാട്ടോ ഇതും ഞാൻ കുറച്ച് ഉപയോഗിക്കത്തുള്ളൂ, ഒത്തിരി ഒന്നും എടുക്കത്തില്ല. പിന്നെ ഇടയ്ക്ക് മാത്രം ഞാൻ ഉപയോഗിക്കും, സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ അതും ഞാനൊന്നും തേക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കളറും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഇത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്യണം. അപ്പം ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം അടുത്തായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ഡാസ്ലെയറിൻ്റെ തന്നെ കോമ്പാക്റ്റ് ആണ്. അതും ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ കോമ്പാക്റ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് കണ്ണാടി ഉണ്ട്, അപ്പോൾ അതിൽ നോക്കിയാണ് ഇടുന്നത്. കുറച്ച് പ്രൊഡക്ട്സ് എല്ലാം നമ്മൾ ഡാസ്ലെയറിൻ്റെ തന്നെ എടുക്കുന്നത്, അത് നല്ല പ്രൊഡക്റ്റാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കോമ്പാക്റ്റ് ഇട്ട് കഴിഞ്ഞു. അടുത്തത് നമ്മൾ നമ്മൾ ഐബ്രോ ഒന്ന് ഷെയ്ഡ് ചെയ്യാണ് കേട്ടോ. അപ്പം വലുതായിട്ടില്ല, ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും ഞാൻ നന്നായിട്ടൊന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മൾ ഇടാൻ പോകുന്ന ഐഷാഡോ ആണ്. അപ്പോൾ ഐഷാഡോ പല 9 കളേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കളറാണ് എടുക്കുന്നത്. ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളതാണ്. എനിക്ക് ആ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഐഷാഡോ ഇടുമ്പോൾ ആ ഒരു ഷെയ്ഡാണ് ഇടുന്നത്. പിന്നെ വേറെ ഷെയ്ഡും ഉണ്ട്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു ചെറിയ പർപ്പിൾ കളറുള്ള ഒരു ഷെയ്ഡാണ്. അപ്പോൾ അടുത്ത് ഞാൻ ഐലൈനർ എഴുതാണ്, അതും ഡാസ്ലെയറിൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എഴുതുന്നുണ്ട്. പിന്നെ അത് വെച്ച് തന്നെയാണ് പൊട്ട് തൊടുന്നത്. അപ്പോൾ എനിക്ക് ചെറിയ പൊട്ടാണ് ഏറ്റവും ഇഷ്ടം, അതുകൊണ്ട് ചെറിയ പൊട്ടാണ് തൊടുന്നത്. പിന്നെ നമ്മൾ കണ്ണും അത് വെച്ച് തന്നെയാണ് എഴുതുന്നത് കേട്ടോ. പിന്നെ നമ്മൾ അത് എഴുതി കഴിഞ്ഞാൽ നമ്മൾ അടുത്തായിട്ട് ഇടാൻ പോകുന്ന ലിപ് ബാമാണ്. ഇതെല്ലാം സ്ട്രോബെറിയുടെ ഫ്ലേവറിൻ്റെയാണ് ലിപ് ബാം കേട്ടോ. അപ്പം അതാണ് ഇടുന്നത്. ഇനി നമുക്ക് മുടിയൊക്കെ കെട്ടാനുണ്ട്. സ്ട്രോബെറിയുടെ ആ ഒരു ലിപ് ബാം ഇട്ടു, അത് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ലിപ് ബാം. അപ്പം എൻ്റെ ഫേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മുടി കെട്ടണം കേട്ടോ. അപ്പം മുടി ഞാൻ ഫസ്റ്റ് തന്നെ ആദ്യം നന്നായിട്ടൊന്ന് മുടി ചീവിയിട്ടുണ്ട്. അപ്പം നമുക്കിനി മുടി കെട്ടിയിട്ട് കാണാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. പിന്നെ മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞു. അപ്പം നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം. പിന്നെ ഞാനാണ് കമ്മലിടാൻ പോവാണ്. അപ്പം അതിന് ചേരുന്നൊരു കമ്മലുണ്ട്, നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ കമ്മൽ. പിന്നെ നമ്മുടെ മാലയാണിത്, സ്വർണ്ണമാല പോലെ ഇരിക്കും, പക്ഷേ സ്വർണ്ണം അല്ല കേട്ടോ, നല്ലൊരു മാലയാണ് അതിന് ചേരുന്നത്. അപ്പം അതും എനിക്ക് ഇഷ്ടപ്പെട്ടത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്. പിന്നെ ഞാൻ കുപ്പിയോളം അതിന് ചേരുന്നത് ഇടാണ്. ഇത് ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ, അടിപൊളി കുപ്പിയോളമാണ്, എനിക്ക് കുപ്പിയോള ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിന് ആ ഒരു ഉടുപ്പിന് ചേരുന്നൊരു കുപ്പിയോളം ഇട്ടിട്ടുണ്ട് ഞാൻ. ഓർണമെൻറ്റ്സ് മേക്കപ്പും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിനിയും അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.